നമസ്കാരം. ബംഗാൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ബംഗ്ലാദേശിലെ 170 ദശലക്ഷം മുസ്ലിങ്ങൾ മമതാ ബാനർജിയെ പിന്തുണയ്ക്കും. മുഴുവൻ ബംഗ്ലാദേശും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കും. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഡൽഹിയുടെ ഭരണത്തിൽ സ്വാതന്ത്ര്യം തേടണം. ബംഗാൾ ബാഹ്യമോ ബംഗാളികളല്ലാത്തതുമായ നിയന്ത്രണത്തിന് വഴങ്ങരുത്. പശ്ചിമ ബംഗാളിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കണം. മമത കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കരുത്. BJP ഹിന്ദു വർഗീയവാദികളാണ്. മമത ഒരു സാഹചര്യത്തിലും അധികാരം ഉപേക്ഷിക്കരുത്. മമത ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം. ഇങ്ങനെ പറയുന്നത് ബംഗ്ലാദേശി ജമാഅത്ത് നേതാവ് MD നൂറുൽ ഹുദയാണ്. ഇയാളുടെ വീഡിയോ ഇപ്പോൾ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഒരുപോലെ വൈറലാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങൾ എന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെയല്ല. ബംഗാളിൽ മമതാ ബാനർജിക്ക് അധികാരം പോയത് അവിടുത്തെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. ബംഗ്ലാദേശ് പാർലമെന്റിലും BJP ബംഗാൾ പിടിച്ചടക്കിയത് ചർച്ചയായി. ഇനി തിരിച്ച് ബംഗ്ലാദേശിലേക്ക് ഒരുപാട് പേർ വരുമെന്ന ആശങ്കയും പ്രകടിപ്പിച്ചു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പോലുള്ളവർ ഇത് ഇന്ത്യയെ തകർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എടുക്കുന്നത്. ബംഗാൾ കേന്ദ്രീകരിച്ച് പുതിയ രാഷ്ട്രമെന്ന തീക്കളിക്ക് അവർ ചൂട്ടുപിടിക്കുകയാണ്. തൃണമൂലിന് അധികാരം നഷ്ടമായതിനു ശേഷം ബംഗാൾ കത്തുകയാണ്. ഇതുവരെ 6 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. മെയ് 4-ന് ഫലം പുറത്തു വന്നതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BJPയും തൃണമൂൽ കോൺഗ്രസും തങ്ങളുടെ 2 പ്രവർത്തകർ വീതം കൊല്ലപ്പെട്ടതായി അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ അക്രമ സംഭവങ്ങളും നിരവധി നടന്നിട്ടുണ്ട്. കൊൽക്കത്ത, ഹൗറ, ബെൽഗാട്ട, അൻസോസോൾ, കൂച്ച് ബിഹാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യാപകമായ അക്രമങ്ങളും ഓഫീസുകൾ തകർക്കലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും 100 കണക്കിന് ആളുകൾ മരിക്കുന്ന നാടാണ് ബംഗാൾ. തോക്ക്, കത്തി, വടിവാൾ, ഇരുമ്പുവടി, നാടൻ തോക്ക് എന്നിവയൊക്കെയാണ് അവിടുത്തെ കൊലപാതകങ്ങളിൽ പ്രധാനമായും ആയുധങ്ങളായി ഉപയോഗിക്കാറുള്ളത്. പക്ഷേ വിദേശ നിർമ്മിത തോക്കുകൊണ്ടാണ് നിയുക്ത മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയുടെ PA ചന്ദ്രനാഥ് വെടിയേറ്റ് വീണത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ബാലി ടോൾ പ്ലാസയിൽ പ്രതികൾ നടത്തിയ UPI പേയ്മെന്റാണ് കേസിൽ നിർണായക തെളിവായത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾ സഞ്ചരിച്ച വാഹനം ബാലിയിലെ ടോൾ ബൂത്തിൽ പണമടയ്ക്കാൻ UPI പേയ്മെന്റ് ഉപയോഗിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ ഇടപാടും പരിശോധിച്ച അന്വേഷണ സംഘം പ്രതികളുടെ സഞ്ചാരപഥം കൃത്യമായി കണ്ടെത്തിയ ശേഷം പിന്തുടർന്നാണ് പിടിയിലാക്കിയത്. കൊലപാതകം നടന്ന് 4 ദിവസത്തിനു ശേഷമാണ് നിർണായകമായ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 6-ന് രാത്രി 10 മണിയോടെ കൊൽക്കത്തയ്ക്ക് സമീപമുള്ള മധ്യം ഗ്രാമിലാണ് സംഭവം നടന്നത്. ചന്ദ്രനാഥ് രഥ് സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ കാറിന് വ്യാജ നമ്പർ പ്ലേറ്റ് പതിപ്പിച്ച മറ്റൊരു വാഹനം തടയുകയും തുടർന്ന് മോട്ടോർ സൈക്കിളിലെത്തിയ അക്രമികൾ വെടിയുതിർക്കുകയുമായിരുന്നു. ഏകദേശം 10 റൗണ്ടോളം വെടിയുതിർത്തതായും 3 വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഹൃദയത്തിലും വയറിലും വെടിയേറ്റ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ചന്ദ്രനാഥ് രഥിനെ വധിക്കാൻ ഓസ്ട്രിയൻ നിർമ്മിതമായ ഗ്ലോക്ക് പിസ്റ്റളാണ് ഉപയോഗിച്ചത്. സാധാരണ കുറ്റവാളികൾ ഉപയോഗിക്കാത്ത ഇത്തരം അത്യാധുനിക വിദേശ തോക്കുകൾ ഉപയോഗിച്ചത് കൊലപാതകത്തിന് പിന്നിൽ പ്രൊഫഷണൽ ഷൂട്ടർമാരാണെന്ന സംശയത്തിന് ബലം നൽകുന്നു. ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലും പോലീസ് നൽകുന്ന വിശദീകരണവും അത്തരത്തിലുള്ളതാണ്. കൊലപാതകം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആസൂത്രിതമായിട്ടാണ് നടപ്പിലാക്കിയത്. ഏകദേശം 55 സെക്കൻഡിനുള്ളിലാണ് അക്രമികൾ കൃത്യം നിർവഹിച്ചതെന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. മൊസാദൊക്കെ നടത്തുന്നത് പോലെയുള്ള ഈ കൊല ഞെട്ടിക്കുന്നതാണ്. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്ന ചന്ദ്രനാഥ് രഥ് കഴിഞ്ഞ 5 വർഷമായി സുവേന്ദു അധികാരിയുടെ വിശ്വസ്ത സഹായിയായിരുന്നു. ഈ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് നടത്തിയതെന്നും സുവേന്ദു അധികാരി ആരോപിച്ചിട്ടുണ്ട്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ അക്രമങ്ങൾക്കും കൊലകൾക്കും പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. കാരണം ഈ വിദേശ തോക്ക് എവിടെ നിന്ന് വന്നു എന്നതാണ് ഒരു ചോദ്യം. ഇത് വെറും ഒരു തൃണമൂൽ അക്രമമല്ല, കൃത്യമായ ഹൈടെക് കൊലയാണ് നടന്നിരിക്കുന്നത്. ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ വിദേശ ശക്തികളുടെ പങ്കിനെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ശക്തികൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നും പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇതിനിടയിലാണ് ബംഗ്ലാ രാഷ്ട്രവാദവും വരുന്നത്. പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ച് ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന വാദം അഥവാ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന ആശയം ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ ചർച്ചാ വിഷയമാകാറുണ്ട്. ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുൽത്താനത്ത് ഇ ബംഗ്ല എന്ന സംഘടന പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും മ്യാൻമറിലെ ചില ഭാഗങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് രൂപീകരിക്കണമെന്ന വിഘടനവാദ അജണ്ട ഉയർത്തുന്നുണ്ട്. മധ്യകാലഘട്ടത്തിലെ സ്വതന്ത്ര മുസ്ലിം ഭരണകൂടമായിരുന്ന ബംഗാൾ സുൽത്താനേറ്റിന്റെ ചരിത്രപരമായ സ്വാധീനത്തെ ഈ സംഘടന പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സംഘടനയ്ക്ക് പിന്നിൽ തുർക്കിയാണ്. ടർക്കിഷ് യൂത്ത് ഫെഡറേഷൻ എന്ന NGOയുടെ പിന്തുണയോടെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2025-ൽ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പ്രദർശനത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിന്റെ ഭാഗമായി കാണിക്കുന്ന ഭൂപടം പ്രദർശിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു. എന്നാൽ ഇത് ചരിത്രപരമായ ബംഗാൾ സുൽത്താനേറ്റിനെ സൂചിപ്പിക്കുന്നതാണെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും സംഘാടകർ അന്ന് വിശദീകരിച്ചിരുന്നു.
ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ യുവാക്കളെ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇവർ ശ്രമിക്കുന്നുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സംഘടന ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്നതിന് തെളിവില്ലെന്ന് ബംഗ്ലാദേശിലെ വസ്തുതാന്വേഷണ പ്ലാറ്റ്ഫോമായ ബംഗ്ലാ ഫാക്ട് അവകാശപ്പെടുന്നു. പക്ഷേ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയത്തിൽ ഇന്ത്യ ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് രാജ്യസഭയിൽ അറിയിച്ചിട്ടുണ്ട്. സംഘടനയ്ക്ക് തുർക്കിയിലെ ഒരു NGOയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ത്യ അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഫാക്ട് ചെക്കിംഗ് പ്ലാറ്റ്ഫോമായ ബംഗ്ലാ ഫാക്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിഷേധിക്കുകയും ഭൂപടം വെറും ചരിത്രപരമായ പ്രദർശനം മാത്രമാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു. പക്ഷേ സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ഇന്ത്യ രഹസ്യ നിരീക്ഷണമടക്കം നടത്തി വരികയാണ്. ഈ ഗ്രേറ്റർ ബംഗാൾ നീക്കത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടെന്ന ആരോപണവും ഭീതി ഉയർത്തുന്നതാണ്. ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് പശ്ചിമ ബംഗാളിലെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്നും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റത്തിലൂടെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്തി ഈ വിഘടനവാദത്തിന് അടിത്തറയൊരുക്കാൻ ശ്രമിക്കുന്നതായും ആരോപണങ്ങളുണ്ട്. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദി ഗ്രൂപ്പുകൾക്ക് മുൻപ് ജമാഅത്തെ BNP ഭരണകാലത്ത് ബംഗ്ലാദേശിൽ താവളങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ ബംഗ്ലാദേശ് സർക്കാർ ഔദ്യോഗികമായി ഇത്തരം വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ മാറിയ സാഹചര്യത്തിൽ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി ബംഗ്ലാദേശ് മാറിയതാണ് ആശങ്കയുണർത്തുന്നത്. കാരണം ഇപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ശക്തമാണ്. ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി ചരിത്രപരമായി തന്നെ ഇന്ത്യയുമായി അകൽച്ച പാലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച സംഘടനയാണിത്. ലക്ഷക്കണക്കിന് ബംഗാളികളെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാഖർമാർ കുരുതി കൊടുത്തു. ആയിരക്കണക്കിന് സ്ത്രീകൾ അന്ന് ബലാത്സംഗം ചെയ്യപ്പെട്ടു. ഇടയ്ക്ക് ഷെയ്ഖ് ഹസീനയുടെ ഭരണം വന്നതോടെ ഒന്നൊതുങ്ങിയ അവർ വീണ്ടും ശക്തമായി തിരിച്ചു വരികയും ചെയ്തു. ബംഗ്ലാദേശിൽ സമീപകാലത്ത് ശക്തിപ്പെട്ട ഇന്ത്യ ഔട്ട് ക്യാമ്പയിനുകൾക്കും ഭാരതീയ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾക്കും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതിനെ തുടർന്ന് അധികാരമേറ്റ ഡോക്ടർ മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഹസീന സർക്കാർ ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരം ജമാഅത്തെ ഇസ്ലാമിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം യൂനുസ് സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ നീക്കം ചെയ്തു. ജമാഅത്തെ നേതാക്കൾക്കെതിരെയുള്ള പല കേസുകളും പിൻവലിക്കപ്പെടുകയും അവർക്ക് രാഷ്ട്രീയമായി സജീവമാകാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു. ബംഗ്ലാദേശിൽ 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനത്തിന് ശേഷം ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. 2024 ഓഗസ്റ്റ് മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ ഏകദേശം 3100 അക്രമ സംഭവങ്ങൾ നടന്നതായിട്ടാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചിട്ടുള്ളത്. 2025 ഡിസംബർ 1 മുതൽ 2026 ജനുവരി 15 വരെയുള്ള വെറും 45 ദിവസത്തിനുള്ളിൽ മാത്രം 15ലധികം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടതായി റൈറ്റ്സ് ആൻഡ് റിസ്ക് അനാലിസിസ് ഗ്രൂപ്പ് റിപ്പോർട്ട് ചെയ്തു. 2026 ആദ്യ 3 മാസങ്ങളിൽ മാത്രം 25 കൊലപാതകങ്ങൾ നടന്നതായി ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ ഐക്യപരിഷത്തും അറിയിച്ചിട്ടുണ്ട്. 25 വയസ്സുകാരനായ ദീപു ചന്ദ്രദാസിനെ ഇസ്ലാം മതത്തെ അപമാനിച്ചുവെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊല്ലുകയും മൃതദേഹം മരത്തിൽ കെട്ടിത്തൂക്കി തീയിടുകയും ചെയ്തത് ഒരു സംഭവമാണ്. ഇക്കാലയളവിൽ ചിറ്റഗോങ്, രംഗപൂർ തുടങ്ങിയ മേഖലകളിൽ ഹിന്ദുക്കളുടെ വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും വ്യാപകമായി തീയിട്ടു. 2026 ഫെബ്രുവരിയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട്. ജമാഅത്തയുടെ ഈ രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. അതിർത്തി കടന്നുള്ള ഭീകരവാദവും പാകിസ്ഥാൻ ഏജൻസിയായ ISIയുടെ ഇടപെടലുകളും വർദ്ധിക്കാൻ ഇത് കാരണമായേക്കാം. ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ജമാഅത്തെ പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന ആരോപണം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഇന്ത്യയോട് വിരോധമുള്ള ഒരു സർക്കാർ അയൽ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് ദക്ഷിണേഷ്യയിലെ ഇന്ത്യയുടെ സ്വാധീനത്തെ ബാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശികളോട് അടുപ്പം കാണിക്കുന്ന മമതയും ഔട്ടാവുന്നത്. ഇത് വലിയ പ്രകോപനമാണ് ബംഗ്ലാദേശിലെ മതമൗലികവാദികൾക്ക് ഏൽപ്പിക്കുക. ഇതൊക്കെയാണ് ബംഗാളിലെ അക്രമങ്ങൾക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടാൻ കാരണമാകുന്നത്. ഇന്ത്യയുടെ കണ്ണീരാണ് സത്യത്തിൽ ബംഗാൾ വിഭജനവും അതേ തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും അഭയാർത്ഥി പ്രവാഹവും സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുന്നത് കൂടിയായിരുന്നു ബംഗാൾ വിഭജനം. അതിനുശേഷം 71 ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം ചോരയിലൂടെ പിറന്നതോടെ വീണ്ടും അഭയാർത്ഥി പ്രവാഹം തുടങ്ങി. അക്കാലത്ത് ഏകദേശം 1 കോടി അഭയാർത്ഥികൾ ഇന്ത്യയിൽ എത്തിയതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ അഭയാർത്ഥികൾ പിന്നീട് CPMന്റെ ഉറച്ച വോട്ട് ബാങ്കായി മാറി. ജ്യോതിബസു സർക്കാരിൻ്റെ കാലത്ത് കുടിയേറ്റക്കാർക്ക് എളുപ്പത്തിൽ റേഷൻ കാർഡുകൾ നൽകുകയും അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അനധികൃത കുടിയേറ്റം തുടർന്നു. മിക്കവർക്കും എല്ലാ സൗകര്യം ഒരുക്കി CPM വോട്ട് ബാങ്ക് വർദ്ധിപ്പിച്ചു. പാർട്ടിയുടെ പ്രാദേശിക സമിതിയാണ് ഈ സംവിധാനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് BJP ഉന്നയിക്കുന്ന അതേ ആരോപണം 2005 മമതാ ബാനർജി പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർ CPMന് വോട്ട് ചെയ്യുന്നതിനാൽ അവരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് അവർ പാർലമെന്റിൽ പ്രതിഷേധിച്ചിരുന്നു. 2011 ഇടതുപക്ഷത്തിന്റെ പതനത്തോടെ ഈ വോട്ട് ബാങ്ക് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറി. ഹിന്ദു വോട്ടർമാർ കൂട്ടത്തോടെ BJPയിലേക്കും മുസ്ലിം വോട്ടർമാർ തൃണമൂലിലേക്കും മാറി. ഇതോടെ അനധികൃത കുടിയേറ്റക്കാരുടെ രക്ഷകർ തൃണമൂലായി. ദശകങ്ങൾ കഴിഞ്ഞിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത,
പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവ കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറ്റക്കാർ എത്തുന്നു. മമതയാവട്ടെ ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇതിൽ തീവ്രവാദികളുണ്ടോ റോഹിംഗ്യക്കാർ ഉണ്ടോ എന്നൊന്നും നോക്കിയില്ല. അങ്ങനെ ഇന്ന് ഇന്ത്യ നേരിടുന്ന ബംഗ്ലാ ഭീഷണിക്ക് വലിയ ഉത്തരവാദിത്തം മമതാ ബാനർജിക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ബംഗ്ലാദേശിൽ ഏറെ പോപ്പുലറാണ്. ഇപ്പോൾ ബംഗ്ലാ പത്രങ്ങൾ മമതയ്ക്ക് വേണ്ടി കരയുകയാണ്. അവരുടെ കണ്ണിൽ മമതയാണ് ബംഗ്ലാദേശികളുടെ രക്ഷക. അതുകൊണ്ട് തന്നെ ബംഗ്ലാ തീവ്രവാദി സംഘടനകളുടെ പിന്തുണ മമതയ്ക്ക് കിട്ടുമെന്നത് ഒരു വന്യമായ ചിന്തയൊന്നുമല്ല. സുവേന്ദു അധികാരിയുടെ PAയുടെ കൊലപാതകത്തെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യം പരിശോധിച്ചു വരികയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 4096 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ കര അതിർത്തിയാണ്. ഇതിൽ ഏകദേശം 900 കിലോമീറ്ററോളം ഇപ്പോഴും വേലിയില്ലാതെ കിടക്കുന്നുണ്ട്. ഇതാണ് കുടിയേറ്റക്കാർ പ്രധാനമായും ഉപയോഗിക്കുന്നത്. വേലി കെട്ടാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ബ്രഹ്മപുത്ര, ഗംഗാ നദീതടങ്ങളിലെ ചെറുകിട ബോട്ടുകൾ ഉപയോഗിച്ചാണ് പലരും അതിർത്തി കടക്കുന്നത്. ബംഗാളിലെയും അസമിലെയും ഇത്തരം നദീതട ഭാഗങ്ങൾ കുടിയേറ്റത്തിന് എളുപ്പവഴിയാകുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായ മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവയുമായി പങ്കിടുന്ന നിബിഡ വനമേഖലകളിലൂടെ രഹസ്യമായി കടന്നു കയറുന്നു. ഇവയെ ഡോങ്കി റൂട്ടുകൾ എന്നും വിളിക്കാറുണ്ട്. പശ്ചിമ ബംഗാളിലെ വടക്കൻ 24 പർഗനാസ് പോലുള്ള ജില്ലകളിൽ വേലിയില്ലാത്ത പാതകളിലൂടെ ഇവർ കടന്നു വരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വേലി നിർമ്മാണം പൂർത്തിയാകാത്തതിൽ പ്രധാന കാരണം മമതയുടെ നിസ്സഹകരണമാണ്. അതിർത്തി വേലി നിർമ്മാണത്തിനായി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ മമതാ ബാനർജി സർക്കാർ കാലതാമസം വരുത്തി. നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാനും വോട്ട് ബാങ്ക് നിലനിർത്താനുമാണ് ഈ നിസ്സഹകരണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ മമത നിഷേധിക്കുകയാണ്. വേലിക്കുള്ള സ്ഥലം 15 കിലോമീറ്ററിൽ നിന്നും 50 കിലോമീറ്ററായി ഉയർത്തിയ കേന്ദ്ര തീരുമാനമാണ് പ്രധാന തർക്ക വിഷയമെന്നാണ് അവരുടെ നിലപാട്. 2026 ജനുവരിയിൽ കൊൽക്കത്ത ഹൈക്കോടതി ഈ വിഷയത്തിൽ നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിർത്തി വേലിക്കായി ഇതിനകം ഏറ്റെടുത്ത ഭൂമി 2026 മാർച്ച് 31-നകം BSFന് കൈമാറണമെന്ന് കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. എന്നാൽ ഏപ്രിലിൽ നടന്ന ഹിയറിംഗിൽ ആവശ്യമായ 127 കിലോമീറ്റർ ഭൂമിയിൽ 8 കിലോമീറ്റർ മാത്രമാണ് കൈമാറിയതെന്ന് ചൂണ്ടിക്കാട്ടി കോടതി മമതാ സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പിന്നാലെ അതിർത്തി വേലി നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഊർജിതമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശികളെ ഇന്ത്യയിലെത്തിക്കാൻ ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് വലിയ സഹായം ചെയ്തു കൊടുക്കുന്നത് തൃണമൂൽ പ്രാദേശിക നേതാക്കളാണ്. കോഴിക്കടത്ത്, കാലിക്കടത്ത് എന്നീ പരിപാടികൾ പോലെ അവർക്ക് എളുപ്പമുള്ള കാര്യമാണ് മനുഷ്യക്കടത്ത്. വേലിയില്ലാത്തിടത്തു കൂടി അതിർത്തി കടക്കുകയാണ് ഇതിലെ ആദ്യ കടമ്പ. ബംഗ്ലാദേശിലെ ഏജന്റുമാർ ആളുകളെ തിരഞ്ഞെടുത്ത് അതിർത്തി വരെ എത്തിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഗത്തെ ഏജന്റുമാർ ഇവരെ സുരക്ഷിതമായി ബസ് സ്റ്റാൻഡുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ എത്തിക്കും. ഏകദേശം 7000 മുതൽ 15000 രൂപ വരെയാണ് ഒരാളിൽ നിന്നും അതിർത്തി കടക്കാൻ ഈ സംഘങ്ങൾ ഈടാക്കുക. വ്യാജ ആധാർ കാർഡുകളും തിരിച്ചറിയൽ രേഖകളും നിർമ്മിച്ചു നൽകാൻ പോലും പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 2 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത് പശ്ചിമ ബംഗാളിലാണ്. ഏകദേശം 57 ലക്ഷം മുതൽ 1.2 കോടി വരെ ആളുകൾ ഇവിടെയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 20 മുതൽ 50 ലക്ഷം വരെ ആളുകൾ അനധികൃതമായി താമസിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. NRC നടപടികൾക്ക് ശേഷം 19 ലക്ഷത്തോളം പേരെയാണ് താൽക്കാലികമായി പട്ടികയിൽ നിന്നും പുറത്താക്കിയത്. ഇപ്പോൾ SIR പ്രകാരം 90 ലക്ഷം പേർ ബംഗാളിൽ നിന്നും വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായി. ഇതിൽ ലക്ഷങ്ങൾ ബംഗ്ലാദേശികളുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടാവുകയും അജയ് പാൽ ശർമ്മയെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മേൽനോട്ടത്തിനായി ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുകയും ചെയ്തതോടെ ബംഗാളിൽ നിന്ന് തൃണമൂൽ ഗുണ്ടകളും ബംഗ്ലാദേശികളെ നാടുവിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. UPയിലെ സിംഹം എന്നറിയപ്പെടുന്ന 100ഓളം എൻകൗണ്ടറുകൾ നടത്തിയ ഉത്തർപ്രദേശ് കേഡറിലെ പ്രശസ്തനായ IPS ഉദ്യോഗസ്ഥൻ അജയ് പാൽ ശർമ്മ പശ്ചിമ ബംഗാളിലേക്ക് ഡെപ്യൂട്ടേഷനിലെത്തിയത് തൃണമൂൽ ഗുണ്ടകൾക്ക് വലിയ ഭീഷണിയാണ്. 5 വർഷത്തെ കാലാവധിയിലാണ് അദ്ദേഹത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബംഗാളിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. 24 പർഗാനാസ് ജില്ലയിലെ ഇലക്ഷൻ കമ്മീഷന്റെ പോലീസ് ഒബ്സർവറായി എത്തിയ അദ്ദേഹം TMC നേതാക്കൾ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നത് തടയാൻ സ്വീകരിച്ച കർശന നടപടികൾ വലിയ വാർത്തയായിരുന്നു. ഉത്തർപ്രദേശിലെ കുറ്റവാളികളെ അടിച്ചമർത്തുന്നതിലും അദ്ദേഹം കാട്ടിയ മികവ് ബംഗാളിൽ നടപ്പിലാകുമെന്ന പ്രതീക്ഷയിലാണ് BJP അനുകൂലികൾ ഈ നീക്കത്തെ ആഘോഷിക്കുന്നത്. ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP നേടിയ അട്ടിമറി വിജയത്തിന് പിന്നിൽ ഇടത് വോട്ടുകളെന്നാണ് റിപ്പോർട്ട്. തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി BJP നേടിയ ചരിത്ര വിജയത്തിന് പിന്നിൽ ഇടതുപക്ഷ വോട്ടർമാരുടെ നിശബ്ദ പിന്തുണ നിർണായകമായതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇത്തവണ രാമന് അടുത്ത തവണ ഇടതിന് എന്ന തന്ത്രമാണ് ഇടതുപക്ഷ അനുഭാവികൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. തൃണമൂലിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ നിലവിൽ ശക്തമായ ബദൽ BJP ആണെന്ന് കണ്ടാണ് അവരുടെ ഈ നീക്കം. ബംഗാളിൽ അതിജീവനത്തിനായിട്ടുള്ള നീക്കമാണ് ഇടത് പാർട്ടികൾ നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും നേരിടുന്ന അക്രമങ്ങളിൽ നിന്നും രാഷ്ട്രീയ വേട്ടയാടലുകളിൽ നിന്നും ഒരു രക്ഷാമാർഗമെന്ന നിലയിലാണ് പല ഇടതുപക്ഷ പ്രവർത്തകരും BJP കണ്ടത്. തിരഞ്ഞെടുപ്പ് സമയത്തെ കേന്ദ്രസേനയുടെ വൻതോതിലുള്ള വിന്യാസം തൃണമൂലിന്റെ ഭീഷണികളെ ഭയപ്പെടാതെ വോട്ട് ചെയ്യാൻ ജനങ്ങളെ സഹായിച്ചു. മമതാ സർക്കാരിനെ താഴെയിറക്കാമെന്ന ലക്ഷ്യത്തോടെ പല ഇടത് അനുഭാവികളും തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകൾ മറന്നും BJPക്ക് വോട്ട് ചെയ്തു.
ഇപ്പോൾ മമതയുടെ ചിത്രങ്ങൾ വരെ ജനം തല്ലി തകർക്കുകയാണ്. കൊൽക്കത്തയിലെ ഉൾപ്പെടെ പലയിടങ്ങളിലും അനധികൃതമായി നിർമ്മിച്ച തൃണമൂൽ പാർട്ടി ഓഫീസുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അതിർത്തി ജില്ലകളിൽ പ്രത്യേകിച്ച് നോർത്ത് 24 പർഗനാസ് താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർ വ്യാപകമായി ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികൾ വീടുകൾ കയറി പരിശോധന ആരംഭിക്കുമെന്ന ഭയമാണ് ഇതിന് പിന്നിലെന്നും പറയപ്പെടുന്നു. BJP അധികാരത്തിൽ വന്നാൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് പലായനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു. കൂടാതെ നദീതടങ്ങളിലെ കുടിയേറ്റം തടയാൻ അതിർത്തികളിൽ പാമ്പുകളെയും മുതലുകളെയും നിയോഗിക്കാനുള്ള അസാധാരണമായ നീക്കം നടത്താനുള്ള പദ്ധതികളെക്കുറിച്ചും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.